ഹായ് ഹലോ ആമിസാമി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഷോബർ സിറ്റിയിലേക്ക് പോയി. ഒരുപാട് നാളായി ഇങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഒത്തുകൂടി. അപ്പോൾ നമുക്കിന്ന് അവിടെ വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങി. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പോയിരുന്ന സമയത്തൊന്നും ഇത്രയധികം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഫിഷ് സ്പാ ഒക്കെ അവിടെ പുതിയതാണ്. അത് വന്ന സമയത്തൊന്നും ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആമിമോൾ അത് കണ്ടപാടെ അതിൽ കയറിയിരുന്നു. അവൾ ഒരുപാട് എൻജോയ് ചെയ്ത സമയമായിരുന്നു കേട്ടോ അത്. ഒരാൾക്ക് 120 റുപ്പീസാണ് അതിൽ. ആമിമോൾ മാത്രമാണ് അതിലിരുന്നത്. വേറെ ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിലിരിക്കാൻ. അങ്ങനെ കുറച്ച് നേരം ആമിമോൾ അതിൽ എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ പോയത് കുട്ടികളെല്ലാം ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന പ്ലേസിലേക്ക് തന്നെയാണ്. കുട്ടികളെക്കാട്ടും കൂടുതൽ മുതിർന്നവർക്ക് അട്രാക്ഷൻ കിട്ടുന്നൊരു പ്ലേസും കൂടിയായിരുന്നു കേട്ടോ അത്. കാരണം അത്രയും കളർഫുള്ളായിരുന്നു ആ ഏരിയ. കളർഫുള്ള് മാത്രമല്ല, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നമുക്ക് തന്നെ ഏതിൽ കയറണം ഏത് ട്രൈ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഏതിൽ ട്രൈ ചെയ്യാനാണെങ്കിലും കോയിൻസൊന്നല്ല അവിടെ നമ്മുടെ ലുലു മാളിലൊക്കെ ഉള്ള പോലെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാർഡ് പോയിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കാർഡ് എടുത്തിട്ട് വേണം നമുക്ക് ഓരോന്നിലും സ്വൈപ്പ് ചെയ്യാൻ. ആ കാർഡ് എടുക്കുന്നിടത്തും നല്ലൊരു ലൈനായിരുന്നു. അത് കാരണം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ അത് എടുക്കാണ്ട് പോന്നു. സത്യം പറഞ്ഞാൽ ഈ ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ചെറിയ കുട്ടികളായി മാറുന്നൊരവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. അത്രയും ആക്ടിവിറ്റീസാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കും അത് ചെയ്യാനുള്ള വളരെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ എവിടെ പോയാലും ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പോലെ എവിടെ പോയാലും നമ്മുടെ കണ്ണ് ഫുഡിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയായിരുന്നു ഞങ്ങൾ ചെന്നെത്തിയത്. ഒരുപാട് ഫുഡിൻ്റെ ഐറ്റംസൊക്കെ നോക്കി നടന്നു. അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്തത് ബർഗറും പാനിപൂരിയും പിന്നെ ബബിൾ ടീ ആണ്. എനിക്കും സിസ്റ്ററും ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് ബബിൾ ടീ തന്നെയായിരുന്നു. അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ബബിൾ ടീ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബബിൾ ടീ എന്ന് പറഞ്ഞ ഐറ്റം. എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറയണത് എനിക്കറിഞ്ഞൂടാ. അതിനെ കുറിച്ച് വിശദീകരിക്കാൻ എനിക്കറിഞ്ഞൂടാ കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അത്ര എന്താ പറയുക അഫോർഡബിൾ പ്രൈസായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആയിട്ട് തോന്നി. ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. ഞങ്ങൾ നെസ്റ്റോയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വേഗം അധികം അവിടെ നിന്ന് ടൈം കളയാൻ നിന്നില്ല. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി നേരെ നെസ്റ്റോയിലേക്ക് വിട്ടു. പിന്നെ എവിടെ പോയാലും നമ്മുടെ ഫോട്ടോഷൂട്ട് അടിപൊളിയായിട്ട് നടക്കുമല്ലോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങളുടേതായ രീതിയിലെടുത്തു. അത്യാവശ്യം എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം ആ ഒരു ദിവസം. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ്